നമസ്കാരം, ഡീടോക്സിലേക്ക് സ്വാഗതം. കുറച്ച് നാളുകൾക്ക് മുമ്പ് എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു, അദ്ദേഹം ഡേറ്റിങ്ങിന് പോകുമ്പോൾ, എസ്പെഷ്യലി ഫസ്റ്റ് ഡേറ്റിന് പോകുമ്പോൾ, ആദ്യത്തെ ആ ഫ്യൂ കോൺവെർസേഷൻസ് എല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കമ്മ്യൂണിക്കേഷൻ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള കാര്യത്തിൽ പുള്ളി നന്നായിട്ട് സ്ട്രഗിൾ ചെയ്യാറുണ്ടെന്നുള്ളത്. അപ്പോൾ അതുപോലെ സ്ട്രഗിൾ ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടും എൻ്റെ ആ സുഹൃത്തിനും വേണ്ടിയിട്ടും കൂടിയാണ് ഇന്നത്തെ വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. നിങ്ങളുടെ ഡേറ്റിംഗ് സമയത്ത്, എസ്പെഷ്യലി ഫസ്റ്റ് ഡേറ്റിൽ ആവശ്യത്തിന് ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ഭയങ്കര ബോറായി ഒരു ഓക്വേർഡ് സൈലൻസ് ഒക്കെ വന്ന് ഡേറ്റ് തന്നെ കൊളാവാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ്. അപ്പോൾ അത് ഒഴിവാക്കുവാനായി നിങ്ങൾക്ക് കരുതി വയ്ക്കാവുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 20 ക്വസ്റ്റ്യൻസ്, അതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത്. ഈ 20 ക്വസ്റ്റ്യൻസ് ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുവാൻ കാരണം, ഈ ക്വസ്റ്റ്യൻസിന് ആൻസർ കിട്ടുന്നത് വഴി ഇയാളെ ഇനിയും ഡേറ്റ് ചെയ്യണോ എന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാൻ സാധിക്കും. ക്വസ്റ്റ്യൻസിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആദ്യമേ പറഞ്ഞോട്ടെ, കമ്മ്യൂണിക്കേഷനിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകം ആക്റ്റീവ് ലിസണിങ് ആണ്. നിങ്ങളുടെ ഡേറ്റ് സംസാരിക്കുമ്പോൾ അത് ശ്രദ്ധയോടെ കേൾക്കുക. അവരുടെ സംസാരത്തിൽ നിന്ന് തന്നെ അവരോട് ചോദിക്കുവാനുള്ള അടുത്ത ചോദ്യം നിങ്ങൾക്ക് കിട്ടും. അത് നിങ്ങൾ യൂസ് ചെയ്യുക. ഇതുപോലെയുള്ള ഫോളോ അപ്പ് ക്വസ്റ്റ്യൻസ് ആണ് കമ്മ്യൂണിക്കേഷനെ ഇൻട്രസ്റ്റിംഗ് ആക്കുന്നത്. നിങ്ങൾ അവരിൽ ശരിക്കും ഇൻട്രസ്റ്റഡ് ആണ് എന്നുള്ളൊരു തോന്നൽ കൊണ്ടുവരാനായിട്ട് ഈ ഫോളോ അപ്പ് ക്വസ്റ്റ്യൻസിന് സാധിക്കും. ഇനി ചോദ്യങ്ങളിലേക്ക് കടക്കാം. അവരുടെ ഇൻട്രോ സമയത്ത് തന്നെ അവർ പറഞ്ഞിട്ടുണ്ടാവും അവരെന്താണ് ഇപ്പോൾ ചെയ്യുന്നത്, എന്തെങ്കിലും കോഴ്സ് ചെയ്യുകയാണോ അല്ലെങ്കിൽ ജോലി ചെയ്യുകയാണോ എന്നുള്ളതൊക്കെ. അപ്പോൾ ആ കോഴ്സോ അല്ലെങ്കിൽ ആ ജോലിയോ തിരഞ്ഞെടുക്കാനുണ്ടായ സാഹചര്യത്തെക്കുറിച്ച് ചോദിക്കാം. ആഴ്ചയിൽ എത്ര ഓഫ് ഡേയ്സ് ഉണ്ടെന്നുള്ളതും അവർ ഓഫ് ഡേയ്സ് എങ്ങനെയാണ് സ്പെൻഡ് ചെയ്യാറുള്ളതെന്നും ചോദിച്ച് മനസ്സിലാക്കാം. നിങ്ങളുടെ ഓഫ് ഡേയ്സും സെയിം തന്നെയാണോ എന്നുള്ളതും അപ്പോൾ അതുവഴി അറിയാലോ. നിങ്ങൾക്ക് ഫ്യൂച്ചർ ഡേറ്റ്സ് ഒക്കെ പ്ലാൻ ചെയ്യാനായിട്ട് സെയിം ഓഫ് ഡേയ്സ് ആണെന്നുണ്ടെങ്കിൽ ഈസി ആയിരിക്കും. ക്ലോസ് ഫ്രണ്ട്സിനെ കുറിച്ചും ഫ്രണ്ട് സർക്കിൾസിനെ കുറിച്ചും ഒക്കെ സംസാരിക്കാം. ഇതുവഴി ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിൽ ഈ കുട്ടിക്ക് ഈ ഡേറ്റിന് എത്ര താല്പര്യമുണ്ട് അല്ലെങ്കിൽ എത്ര എഫേർട്ട് അവരെടുക്കാറുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. ഏത് തരം ആളുകളായിട്ടാണ് ഹാങ് ഔട്ട് ചെയ്യാറുള്ളത് എന്ന് ചോദിക്കാം. ഇതുവഴി നിങ്ങൾ ആ തരം വ്യക്തിത്വമുള്ള ഒരാളാണോ എന്നുള്ളതും കൂടി പരിശോധിക്കാം. ഫ്രീക്വൻ്റ് ആയിട്ട് അവർ വിസിറ്റ് ചെയ്യാറുള്ള ഈട്രീസ് ഏതാണെന്ന് ചോദിക്കാം. അതുപോലെ അവരുടെ ഫേവററ്റ് ഫുഡ് ഏതാണെന്നും ചോദിക്കാം. ഇതുവഴി നിങ്ങളുടെ ടേസ്റ്റും അവരുടെ ടേസ്റ്റും സെയിം ആണോ എന്നുള്ളത് പരിശോധിക്കാൻ സാധിക്കും. കൂടാതെ ഇവർ വീഗനാണോ, വെജാണോ, അല്ലെങ്കിൽ വളരെ ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള ആളുകളാണോ, സ്പെഷ്യൽ ആയിട്ടുള്ള ചോയ്സസ് ഒക്കെ ഉണ്ടോ ഫുഡിൻ്റെ കാര്യത്തിൽ, ഇതൊക്കെ നിങ്ങൾക്ക് ഈ ക്വസ്റ്റിനോട് മനസ്സിലാക്കുവാൻ സാധിക്കും. സ്കൂളിങ്ങിനെ കുറിച്ചും ഫാമിലിയെക്കുറിച്ചും ചോദിക്കാം. ഇതുവഴി അവരുടെ മറ്റ് ഫാമിലി മെമ്പേഴ്സായിട്ട് കീപ്പ് ചെയ്യുന്ന റിലേഷൻഷിപ്പിനെ കുറിച്ച് ഏകദേശം ഒരു ധാരണ കിട്ടുവാനായിട്ട് സാധിക്കും. ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള വ്യക്തി ആരാണെന്ന് ചോദിക്കാം. എന്തുകൊണ്ടാണ് അവരായിട്ട് അത്രയും ക്ലോസ് ആയിട്ടുള്ളത്, അല്ലെങ്കിൽ അവരുടെ എന്ത് ക്വാളിറ്റിയാണ് നിങ്ങൾക്ക് ഏറ്റവും പ്രിയമായിട്ടുള്ളത് എന്ന് ചോദിക്കാം. ആ ക്വാളിറ്റി നിങ്ങളിലുണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് പരിശോധിക്കാം. ഉണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ഫാക്ടറാണ്. പെറ്റ്സിനെ കുറിച്ച് സംസാരിക്കാം. നിങ്ങളുടെ രണ്ടുപേരുടെയും സിമിലർ ഇൻട്രസ്റ്റ് ആണോ എന്നുള്ളത് പരിശോധിക്കാം. മുമ്പ് നടത്തിയിട്ടുള്ള യാത്രകളെക്കുറിച്ചും യാത്ര പോകാൻ ഇഷ്ടമുള്ള സ്ഥലങ്ങളെക്കുറിച്ചും ചോദിക്കാം. നിങ്ങളുടെ രണ്ടുപേരുടെയും സെയിം ടേസ്റ്റ് ആണോ എന്നുള്ളത് ഇതുവഴി മനസ്സിലാക്കാം. ഒരാൾക്കിഷ്ടം മലകളും ട്രെക്കിങ്ങും ഒക്കെ ആണെങ്കിൽ മറ്റേ ആൾക്കിഷ്ടം ബോട്ടിങ്ങും കായലും കടലും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ രണ്ടുപേരുടെയും ടേസ്റ്റ് ഡിഫറെൻ്റ് ആണെന്നുള്ളത് മനസ്സിലാക്കാം. പക്ഷേ രണ്ടുപേരും മറ്റേ ആളുടെ ഇഷ്ടത്തോട് അഡാപ്റ്റ് ചെയ്യാനുള്ള മനസ്സുള്ള ആളുകളാണോ എന്നുള്ളത് പരിശോധിക്കാം. നിലവിലെ ഹോബീസ് ഏതൊക്കെയാണെന്ന് ചോദിക്കാം. പുതിയതായിട്ട് ഏതെങ്കിലും ഹോബീസ് പെർസ്യൂ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് ചോദിക്കാം. ഇൻ കേസ് നിങ്ങൾക്ക് അവരുടെ പുതിയ ഹോബി പെർസ്യൂ ചെയ്യുന്നതിന് ഹെൽപ്പ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ ഹെൽപ്പ് ഓഫർ ചെയ്യാം. അവരുടെ അംബീഷൻ എന്താണെന്ന് ചോദിക്കാം. ആ അംബീഷൻ അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവരെന്തൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്, എന്തൊക്കെ എഫേർട്ട് എടുക്കുന്നുണ്ട്, എന്തൊക്കെ സ്റ്റെപ്സ് എടുക്കുന്നുണ്ടെന്നൊക്കെ ചോദിക്കാം. ഇതുവഴി വളരെ പ്രാക്ടിക്കലായിട്ടുള്ള ഒരാളാണോ, അതെയോ വെറുതെ സ്വപ്നം കണ്ട് അംബീഷനെല്ലാം സെറ്റ് ചെയ്ത് സ്വപ്ന ലോകത്ത് ജീവിക്കുന്ന ഒരാൾ മാത്രമാണോ എന്നുള്ളതും നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ സാധിക്കും. ഭാവിയിൽ മറ്റേതെങ്കിലും കൺട്രിയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ താല്പര്യമുള്ള ഒരാളാണോ എന്ന് അന്വേഷിക്കാം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റാണ്. എസ്പെഷ്യലി ഈ സമയത്ത്, ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ മൈഗ്രേറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ഈ സാഹചര്യത്തിൽ ഈ ചോദ്യം തുടക്കത്തിലേ തന്നെ ചോദിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഒരു പക്ഷേ നമ്മൾ മൈഗ്രേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടാവില്ല. അപ്പോൾ നമ്മൾ തിരഞ്ഞെടുക്കുന്ന പാർട്ട്ണറിന് അങ്ങനെ ഒരു ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായും അത് നമ്മൾ തുടക്കത്തിലേ തന്നെ അറിഞ്ഞിരിക്കേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്. ഏത് ഷോണറിൽ പെട്ടിട്ടുള്ള മ്യൂസിക്കും പോഡ്കാസ്റ്റും ഷോസൊക്കെയാണ് ഇവർ കാണാറുള്ളതെന്ന് ചോദിക്കാം. നിങ്ങൾ രണ്ടുപേരെയും സിമിലർ ടേസ്റ്റ് ആണോ എന്നുള്ളതും കൂടി ഇതുവഴി നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. ഏറ്റവും ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന കാര്യം എന്താണെന്നുള്ളതും അതിനോട് എങ്ങനെ കോപ്പപ്പ് ചെയ്യുന്നു എന്നുള്ളതും കൂടി ചോദിക്കാം.
ഇതുവഴി സെൽഫ് അവയർനെസ് ഉള്ള ഒരാളാണോ, അതുപോലെ തന്നെ സെൽഫ് കൺട്രോൾ ഉള്ള ഒരാളാണോ ഇയാളെന്നുള്ളതും പരിശോധിക്കാൻ സാധിക്കും. ഇടപഴകുന്ന ആളുകളിലെ സ്വഭാവത്തിൽ ഒട്ടും പൊരുത്തപ്പെടാൻ സാധിക്കാത്ത ക്യാരക്ടർ എന്താണ് എന്നുള്ളത് ചോദിക്കാം. ആ ക്യാരക്ടർ എങ്ങാനും നിങ്ങൾക്കുണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് പരിശോധിക്കാം. ആ വ്യക്തിക്ക് സ്വന്തം ക്വാളിറ്റീസ് അല്ലെങ്കിൽ വാല്യൂസിൽ ഏറ്റവും പ്രിയമായിട്ടുള്ള ഇഷ്ടമുള്ള ക്വാളിറ്റി ഏതാണെന്നുള്ളത് ചോദിക്കാം. നിങ്ങളുടെ പാർട്ട്ണറിൽ കാണണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു ക്വാളിറ്റി ആണോ അത് എന്നുള്ളത് നിങ്ങൾക്ക് ഇതുവഴി മനസ്സിലാക്കുവാൻ സാധിക്കും. ഹയർ എഡ്യൂക്കേഷൻ പ്ലാൻസ് വല്ലതും ഉണ്ടോ എന്നുള്ളത് ചോദിക്കാം. നിങ്ങളുടെ ഫ്യൂച്ചർ പ്ലാൻസുമായിട്ട് അത് അലൈൻഡ് ആണോ എന്നുള്ളത് ഇതുവഴി നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കും. കരിയർ ചേഞ്ചിനെ കുറിച്ച് പ്ലാൻ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ചോദിക്കാം. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു തീരുമാനം എടുക്കാനുള്ള റീസൺ എന്നുള്ളതും ചോദിച്ച് മനസ്സിലാക്കാം. അത് കൺവിൻസിങ് ആയിട്ടുള്ള റീസൺ ആണെന്നുണ്ടെങ്കിൽ ഓക്കെ. അതല്ലാതെ വളരെ സില്ലി ആയിട്ടുള്ള റീസൺ കൊണ്ടാണ് കരിയറൊക്കെ ചേഞ്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ അതൊരു റെഡ് ഫ്ലാഗ് ആയിട്ട് കണക്കാക്കാം. സോഷ്യൽ മീഡിയ പ്രസൻസിനെ കുറിച്ചൊക്കെ ചോദിക്കാം. അപ്പോൾ നെക്സ്റ്റ് ഡേറ്റ് വരുമ്പോഴേക്കും അവരെക്കുറിച്ച് കൂടുതലായിട്ടുള്ള ഇൻഫർമേഷൻ നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിൽ നിന്ന് തന്നെ ലഭിച്ചിട്ടുണ്ടാകും. ആ വ്യക്തിയുടെ പർപ്പസ് ഓഫ് ഡേറ്റിംഗ് എന്താണെന്നുള്ളത് ചോദിച്ച് മനസ്സിലാക്കാം. ഒരു പാർട്ട്ണറിനെ തിരഞ്ഞെടുക്കുക എന്നതിലുപരി ചില ആളുകൾ ടൈം പാസിനായിട്ടും അല്ലെങ്കിൽ നല്ല ഫ്രണ്ട്ഷിപ്പ് ഡെവലപ്പ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ഡേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ നിർബന്ധം അവരുടെ പർപ്പസ് ഓഫ് ഡേറ്റിംഗ് എന്താണെന്നുള്ളത് നിങ്ങൾ നിർബന്ധമായിട്ടും മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതോടുകൂടി നമ്മുടെ 20 ക്വസ്റ്റ്യൻസ് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോയുടെ കണ്ടൻറ്റ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ കണ്ടൻറ്റ് വേറെ ആർക്കെങ്കിലും ഉപകാരപ്പെടും എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ ഗുഡ് ബൈ.